സായിരാം. മാഷ് ശ്രീലത മാം എത്തിയിട്ടുണ്ടല്ലോ അല്ലേ? മഞ്ചേരി ശ്രീലത മാം എത്തിയിട്ടുണ്ട്. സായിരാം. ഇന്ന് 331 ദിവസമാണ്. ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമ്മള് ഇന്ന് ശ്രീലത മാമാണ് മഞ്ചേരിയിലെ ഇന്നത്തെ അനുഭവങ്ങൾ പറയാൻ എത്തിയിട്ടുള്ളത്. അപ്പം ശ്രീലത മാം ക്യാമറ ഓൺ ആക്കിയിട്ട് 3 ഓങ്കാരം, 3 സായി ഗായത്രി, അതിനുശേഷം 10 മിനിറ്റ് സത്യസായി വാണി വായിക്കുക. അതിനുശേഷം അനുഭവങ്ങൾ പറയാം, ഒരു 15 മിനിറ്റ്. തുടങ്ങിക്കോളൂ സായി. ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ शान्ति शान्ति शान्तिः. ഇന്ന് ഭഗവാന്റെ സത്യസായി വാണി ഭാഗം 22 ഞാൻ വായിക്കുന്നത്. ഇന്ന് വിനായക ചതുർത്ഥിയും കൂടിയാണല്ലോ. അപ്പോ ഭഗവാൻ ഗണേശനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വായിക്കുന്നത്. ലോകത്തിൽ പല മാതൃകാ മഹാന്മാരും ഉണ്ട്, എങ്കിലും വിനായകന് തുല്യനായി ആരുമില്ല. തടസ്സങ്ങളുടെ അതിദേവത ആയി പരിഗണിക്കപ്പെടുന്നതിനാൽ വിഘ്നേശ്വരൻ എന്നും ഗണേശനെ വിളിക്കുന്നു. ജനന മരണങ്ങളുടെ അതിദേവത യമൻ ആണെന്ന പോലെ ഗണപതിയുടെ കൃപ എല്ലാ തടസ്സങ്ങളും നീക്കുന്നു. ഗണപതി എന്നാൽ ഗണങ്ങളുടെ അധീശൻ എന്നാണ് അർത്ഥം. ശബ്ദത്തിന്റെ ഈശനും പ്രണവസ്വരൂപനുമാകുന്നു. എന്താണ് ഗജാനനത്തിന്റെ നിഗൂഢമായ അർത്ഥം? ആനയുടെ സൂക്ഷ്മബുദ്ധി വിഖ്യാതമാണ്. ഗണേശന്റെ ഗജാനനം കുശാഗ്രബുദ്ധിയുടെയും അത്യുന്നതമായ വിവേചന ശക്തിയുടെയും പ്രതീകം ആകുന്നു. ബുദ്ധിയുടെ വിശുദ്ധി കാരണം വിനായകൻ ബുദ്ധിദാതാവായി വർണ്ണിക്കപ്പെടുന്നു. ഗണേശൻ ഭക്തന്മാരുടെ പ്രാർത്ഥനകൾക്ക് അനുകൂലമായി പ്രതികരിക്കുന്നത് കൊണ്ട് സിദ്ധി വിനായകനായി അറിയപ്പെടുന്നു. മഹാഭാരതം എഴുതുന്നതിന് വ്യാസൻ ഉദ്യുക്തനായി. ലക്ഷക്കണക്കിൽ ശ്ലോകങ്ങളുള്ള മഹാഗ്രന്ഥം എഴുതാൻ അനുയോജ്യനായ ഗുമസ്തന് വേണ്ടി ദേവഗുരുവായ ബൃഹസ്പതിയുടെ സഹായം വ്യാസൻ തേടി. വിനായകൻ അല്ലാതെ മറ്റാർക്കും ആ പ്രവൃത്തി നിർവഹിക്കുവാൻ സാധ്യമല്ലെന്ന് ബൃഹസ്പതി വ്യാസനോട് പറഞ്ഞു. വ്യാസൻ സഹായത്തിന് വിനായകനോട് അഭ്യർത്ഥിച്ചു. എഴുതുന്നതെല്ലാം ഗുമസ്തൻ മനസ്സിലാക്കിയിരിക്കണം എന്ന് വ്യാസൻ വ്യവസ്ഥ വെച്ചു. ഗണേശൻ തന്റെ ഭാഗത്തു നിന്നും ഒരു വ്യവസ്ഥ നിശ്ചയിച്ചു. പനയോലയിൽ ശ്ലോകങ്ങൾ എഴുതുവാൻ ഉപയോഗിക്കുന്ന എഴുത്താണിക്ക് വിശ്രമമില്ലാതെ തുടരുവാൻ ശ്ലോകങ്ങൾ രചിച്ച് ചൊല്ലിക്കൊടുക്കുന്നതിനിടയിൽ വ്യാസൻ നിർത്തരുത്. സർവജ്ഞ സ്വരൂപനായതിനാൽ വിനായകന് മഹാഭാരതം മുഴുവൻ എഴുതുവാൻ കഴിഞ്ഞു. ഗണേശന്റെ സഹായത്തോടെ തന്റെ അത്ഭുതാവഹമായ കൃത്യം വ്യാസന് പൂർത്തിയാക്കുവാനും സാധിച്ചു. അഗ്രിമസ്ഥാനത്ത് വിനായകനെ പ്രതിഷ്ഠിക്കുന്നതിന്റെ പ്രാധാന്യം. ഗണേശന്റെ വാഹനം എലിയാകുന്നു. എലി കൗശലവും ചുണയും ഉള്ള ജീവിയാകുന്നു. നമ്മുടെ കർമ്മങ്ങളിൽ നാം സമർത്ഥരും തൽപരരും ആകണം എന്നാണ് ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ഇതിനർത്ഥം. ഏതെങ്കിലും ഒരു സംരംഭത്തിൽ ഉദ്യുക്തനാകുന്നതിന് മുമ്പ് അഗ്രിമസ്ഥാനത്ത് വിഘ്നേശ്വരനെ പ്രതിഷ്ഠിക്കുന്നതിൽ പ്രത്യേകമായ പ്രാധാന്യവും സൂചിതാർത്ഥവും ഉണ്ട്. വനപ്രദേശത്ത് കാടും പടലും നിറഞ്ഞ സ്ഥലത്തിലൂടെ ആന സഞ്ചരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പിന്തുടരുവാൻ വഴി തെളിയിക്കുന്നു. അപ്രകാരം ഗണേശനെ ആവാഹിച്ച് നമ്മുടെ സംരംഭങ്ങൾക്ക് വേണ്ടി പാത തെളിയിക്കുന്നു. സഞ്ചരിക്കുമ്പോൾ മറ്റു മൃഗങ്ങളുടെ കാൽപ്പാടുകൾ ചവിട്ടി മെതിക്കുവാൻ തക്കവണ്ണം വലുതാണ് ആനയുടെ കാലടി. മാന്യസ്ഥാനം ഗണേശന് നൽകുമ്പോൾ
മാർഗമധ്യേയുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുമെന്നാണ് ഇവിടെയും സൂചിതാർത്ഥം. ഗണേശാനുഗ്രഹത്താൽ ജീവിതയാത്ര സുഗമവും സന്തോഷകരവുമാകുന്നു. വിനായക ചതുർത്ഥി ദിനത്തിൽ ഗണേശന്റെ വിഗ്രഹത്തിന് മുന്നിൽ വിദ്യാർത്ഥികൾ ഗ്രന്ഥം വെച്ച് ആരാധിക്കുന്നു. മനസ്സിന് പ്രബോധനം നൽകുവാൻ അവർ ദേവനോട് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ബുദ്ധി പ്രധായകൻ എന്ന് ഗണേശൻ അറിയപ്പെടുന്നു. ആനയുടെ തലയും വലിയ വയറും കാരണം ഗണേശനെ വികൃത രൂപി എന്ന് കരുതരുത്. വിനായകൻ തന്റെ ഉള്ളിൽ പ്രപഞ്ചത്തെ അടക്കിയ അനന്തശക്തിയുള്ള ദേവനാകുന്നു. ശുഭ്ര വസ്ത്രധാരിയായി വിഘ്നേശ്വരനെ വർണ്ണിക്കുന്നു. ദേഹം ചാരനിറമാണ്. 4 കൈകളും ശോഭനമായ ആനനവും ഉള്ളവനായി ചിത്രീകരിക്കപ്പെടുന്നു. ശുഭ്രവസ്ത്രം മനസ്സിന്റെയും ഹൃദയത്തിന്റെയും വിശുദ്ധിയെ കാണിക്കുന്നു. ഗണേശനെ ആരാധിച്ച് സദൃശമായ വിശുദ്ധി നേടുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. വിനായകൻ എപ്പോഴും തെളിഞ്ഞ് പ്രശാന്തനായി പ്രത്യക്ഷപ്പെടുന്നു. ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും ഏതുമാകട്ടെ, ഭഗവാന്റെ കൃപയാൽ അത്തരം സമചിത്തത നേടുവാൻ ഭക്തൻ ശ്രമിക്കണം. സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹോസ്റ്റലിൽ ചെയ്ത പ്രഭാഷണം 4/9/1989 ഭഗവാൻ ചെയ്ത പ്രഭാഷണമാണിത്. സായിരാം. വളരെ വ്യക്തമായി മാം വായിച്ചു. ഇനി അനുഭവം പറയാം. ഒരു 15 മിനിറ്റിനകം നിർത്തുക. സായിരാം. അപ്പോ നമുക്ക് ഭഗവാന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1ഉം 2ഉം അനുഭവങ്ങളൊന്നും അല്ലല്ലോ. ശരിക്ക് ഒരു സായി ഡിവോട്ടി എന്ന് പറയാൻ അവകാശപ്പെടാമോ എന്ന് എനിക്ക് അറിയില്ല. ഭക്തരെന്ന് പറയാനും അറിയില്ല. അതൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് എത്രയോ ദൂരത്ത് ഉയരേണ്ടതുണ്ടല്ലോ. എന്നാലും സായി ഭക്തർക്ക് ഒരുപാട് എന്താ പറയാ, ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവും. ഭഗവാന്റെ ഭക്തർക്ക് ഇതുപോലെ അനുഭവം ഇല്ലാത്ത ഒരാൾ പോലും ഭഗവാന്റെ ഭക്തരായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഭഗവാനെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്തിന് ജീവിതത്തിൽ സംഭവിച്ചാലും നമ്മൾ ഒരിക്കലും ഭഗവാനെ തള്ളി പറയാതെ ഭഗവാന്റെ കൂട്ടത്തിൽ തന്നെ നമ്മളെ ചേർത്ത് നിർത്തുന്നു ഭഗവാൻ. നമ്മൾ ഒരിക്കലും നമ്മളുടെ ഭക്തിക്ക് ഒരിക്കലും ഒരു കോട്ടം തട്ടാത്ത വിധം ഭഗവാനെ എപ്പോഴും നമ്മളെ മനസ്സിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പറയും അനുഭവങ്ങൾ പറയാൻ പാടില്ല എന്നാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതും ഭഗവാന്റെ ഒരനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ 1-2 അനുഭവങ്ങൾ പറയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മാതൃത്വത്തെ ഒരു പരീക്ഷിക്കുന്ന രീതിയിലുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട് വീട്ടിൽ. അപ്പോൾ എൻ്റെ മോളെ ഞാൻ പ്രഗ്നന്റ് ആയി ഇരിക്കുന്ന ഒരു സമയത്ത്, അതായത് 4 മാസം ആയിരിക്കുന്ന ഒരു ടൈമില് എനിക്ക് എന്തെന്നില്ലാത്തൊരു പനി വന്നു. സാധാരണ എന്നെ നോക്കുന്ന ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് തന്നെയാണ് അന്നും പോയിട്ടുള്ളത്. വല്ലാതെ പനി വന്ന സമയത്ത് ഞാൻ ഈ ഡോക്ടർ തന്നെ, ഞാനും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയും കൂടെ പോയി. അപ്പൊ ഡോക്ടർ പെട്ടെന്ന് തന്നെ പരിശോധിച്ചു, ഇങ്ങനെ ചെക്കപ്പ് ചെയ്തു, സ്റ്റെത്തൊക്കെ വെച്ചു. അപ്പൊ പെട്ടെന്ന് അന്നൊന്നും കാണാത്ത ഒരു വിധത്തിലുള്ള മാഡത്തിന്റെ ഒരു പ്രത്യേക മുഖം എനിക്ക് കാണേണ്ടി വന്നു. അപ്പൊ കാരണം എന്താന്ന് വെച്ചാല് പെട്ടെന്ന് തന്നെ സ്റ്റെത്ത് വെച്ച ഉടനെ തന്നെ പെട്ടെന്ന് സ്റ്റെതസ്കോപ്പ് മാഡം വലിച്ചെടുത്തു. ഉടനെ തന്നെ കോഴിക്കോട് ആയിരുന്നു അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത്. അന്ന് പിന്നെ അവരുടെ ഈ മാഡത്തിന്റെ ഹസ്ബൻഡ് അവിടെ തൊട്ടടുത്ത റൂമിൽ തന്നെ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലായിരുന്നു. അപ്പൊ എന്നെ ഇങ്ങനെ ചെക്കപ്പ് ചെയ്തപ്പോൾ ഇവര് സാറിനോട് ഓടിച്ചെന്ന് പറഞ്ഞു. അതേപോലെ സാർ എത്ര എളുപ്പം എന്നെ വന്ന് ഒന്നും കൂടെ സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തു. അതിൽ ഡോക്ടർ പറഞ്ഞു, വൈഫിനോട് പറഞ്ഞു, യു ആർ വെരി കറക്റ്റ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്തോ ഒരു അബ്നോർമാലിറ്റി തോന്നി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇതുവരെ എന്നെ ഈ ഡോക്ടർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഡം പിന്നെ മാഡത്തിന്റെ ട്രീറ്റ്മെന്റിലാണ് ഞാനുള്ളത്. അന്ന് വരെ ഒന്നും പറഞ്ഞതും ഒന്നും അതുപോലൊന്നും ആയിരുന്നില്ല അന്നത്തെ ആ പ്രതികരണം ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, എന്താണ് മാഡം പറ്റിയത്, എന്താ എനിക്ക് പറ്റിയത്, എന്റെ കുഞ്ഞിന് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നുമില്ല, നിങ്ങളുടെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ അടുത്തുള്ള ഒരു ചേച്ചിയാണ് എന്റെ കൂടെ വന്നിട്ടുള്ളത്. സാധാരണ ഹസ്ബൻഡ് ഒക്കെയാണ് വരാറുള്ളത്. എന്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയത് കാരണം ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ ഹസ്ബൻഡാണോ കൂടെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് വിളിക്കാൻ ചേച്ചിയുടെ അടുത്തും തന്നെ പെട്ടെന്ന് ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ല. ഏതായാലും ഹസ്ബൻഡിനെ ഒരാളെ വിട്ടിട്ട് ഹസ്ബൻഡിനെ അവിടെ ഡോക്ടറെ അടുത്തേക്ക് വന്നു ഹസ്ബൻഡ്. അപ്പൊ ഹസ്ബൻഡിനോട് ഇവർ ചോദിച്ചു, ഇവർക്ക് ആദ്യം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു. മൂത്ത കുട്ടിയെ നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും ഒരു പ്രശ്നങ്ങളോ ആരും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡോക്ടർ പറയാണ്, എന്നാൽ നിങ്ങളുടെ വൈഫ് ഒരു ഹൃദ്രോഗിയാണ്, ഹേർട്ട് പേഷ്യന്റ് ആണ്, ഇതിന് സർജറി അല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോ അതങ്ങനെ കേട്ടപ്പോ ഞാൻ ഭയങ്കര ഇതായി പോയി. ഈ ഒരു സമയത്ത് ഒരു 4 മാസം കഴിഞ്ഞു പ്രഗ്നന്റ് ആവുന്ന ഒരു സമയത്ത് ഒരു സർജറി ഒരിക്കലും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളല്ലല്ലോ ഹെർത്ത് സർജറി. അപ്പോ ഹസ്ബൻഡ് ചോദിച്ചാൽ ഇനി എന്താ ഒരു വഴി, എന്താ ഇപ്പൊ ഇങ്ങനെ ആവുമ്പോ ചെയ്യാന്ന് ചോദിച്ചു. നിങ്ങൾ എത്ര എളുപ്പം ഈ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ അത്രയും എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ അബോർട്ട് കൊല്ലുക എന്നാണല്ലോ ഇതിന് പറയേണ്ടത്. അങ്ങനെ ചെയ്യുന്ന ഒരു അവസരം ഒരമ്മയ്ക്ക് ഒരിക്കലും സഹിക്കില്ല. അപ്പോ ഇത് ഭയങ്കര വിഷമായി. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഈ സർജറി ചെയ്യൽ നിർബന്ധമാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നാളെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് വരും നിങ്ങൾ, ഞാൻ അവിടെ വെച്ച് കാര്യങ്ങളെല്ലാം പറയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഭയങ്കര വിഷമായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം ഞങ്ങള് പിന്നെ ഞാൻ ഹസ്ബൻഡും കൂടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഈ സാറിനെ കാണാൻ ചെന്നു. അപ്പൊ സാറ് നിർബന്ധമായിട്ട് പറഞ്ഞു, നിങ്ങൾ എത്ര എളുപ്പം എക്കോ എടുക്കണം, എക്കോ എടുത്തിട്ട് അതിന്റെ റിസൾട്ട് എന്നെ വേഗം കാണിക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കാണിച്ചു. അപ്പോൾ ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എത്ര എളുപ്പം നിങ്ങൾ അബോർട്ട് ചെയ്യണം, എന്നാലേ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരവസ്ഥ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്, ഇത് നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പോ ഭയങ്കര വിഷമം അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, വീട്ടിലൊന്ന് ചോദിക്കട്ടെ, എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ, അനിയത്തിമാര് ചേച്ചിമാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് സാറേ ഞാൻ നാളെ വരാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ചെന്നു. വീട്ടിലൊക്കെ എല്ലാവർക്കും ഭയങ്കര പ്രയാസം കാര്യങ്ങളൊക്കെ ആയി. അപ്പം പറഞ്ഞു, വീട്ടില് അച്ഛനൊക്കെ പറഞ്ഞു, എന്തായാലും നമുക്ക് അവരെ കണ്ണിൽ കാണുന്നത് അവരുടെ മകളെയാണ്, അച്ഛനെയും അമ്മേന്റെയും മകളെയാണല്ലോ ഇപ്പൊ അവര് കണ്ടിട്ടുള്ളൂ. എൻ്റെ മോളെന്നല്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് കാരണം അവർക്ക് വലുത് അവരുടെ മകളായത് കാരണം പറഞ്ഞു, അബോർട്ട് ചെയ്യാം, മകൾ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. ഏതച്ഛനും അമ്മയും പറയുന്നത് തന്നെയാണ് അവരും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാനും ഒരു അമ്മയായിരുന്നു, എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അത് ആർക്കായാലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ശരി, അങ്ങനെയാണെങ്കിൽ എന്നാണ് സർജറി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. നല്ല കോസ്റ്റ്ലി ആണ്, അത് പെട്ടെന്ന് ചെയ്യണം, കണ്ടുപിടിച്ച സ്ഥിതിക്ക് നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇത്തിരി വൈകിയ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതിയെന്ന് ഹസ്ബൻഡ് ചോദിച്ചു. പറഞ്ഞു, അമ്മയുടെ ജീവിതത്തിന് ഭീഷണിയാണ്, അമ്മ ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ല, അത്രയും ഒരു കണ്ടീഷനിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര പ്രയാസമായി. അന്ന് വന്ന് ഞാൻ അവിടുന്ന് തന്നെ തിരിച്ചു പോന്ന്, പിന്നെ ഡേറ്റ് വാങ്ങാൻ പിറ്റേ ദിവസം വരാമെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഞാൻ രാത്രി കിടന്ന് ഉറങ്ങിയില്ല എന്ന് വേണം. എൻ്റെ മോനുണ്ട്, എൻ്റെ മോൻ എന്ന് പറഞ്ഞാൽ അന്ന് 4 വയസ്സായതുള്ളൂ. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു ഭഗവാനെ. അന്നും സ്വാമിയെ നല്ല ഇഷ്ടമായിരുന്നു, ഭഗവാനെ ഭയങ്കരമായിട്ട് പൂജിക്കും കാര്യമൊക്കെ ചെയ്യുന്ന ആളാണ് ഞാൻ. അതിന് ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അവിടുത്തെ മക്കളാണല്ലോ ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അമ്മ സഹിക്കോ, സായി മാതാവ് സഹിക്കോ? എനിക്ക് ഭഗവാനെ അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം, സായി മാ എന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ സഹിക്കില്ലല്ലോ, അതുപോലെ തന്നെയല്ലേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കളയുമ്പോ ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ അമ്മേ, എനിക്ക് സങ്കടം വരുന്നുണ്ട്, നോക്കണ്ടപ്പാ അന്നങ്ങനെ പറഞ്ഞു. അപ്പൊ ഏതായാലും ഞാന് പിന്നെ വീട്ടിൽ നിന്ന് അന്ന് രാത്രി ഞാൻ ഭഗവാനോട് അത്രയും പറഞ്ഞു കരഞ്ഞു. എൻ്റെ മോനെയൊക്കെ ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് കരഞ്ഞു. അഥവാ സർജറി നടത്തുകയാണെങ്കിൽ ഞാൻ മരിച്ചാൽ എൻ്റെ മോൻ ആരുണ്ട്? ആരുമില്ല. അപ്പൊ ഒരമ്മയുടെ സ്ഥാനത്ത് വേറെ ഒരാൾക്കും നിൽക്കാൻ പറ്റില്ല എന്ന് അറിയാലോ. അപ്പൊ പിറ്റേ ദിവസം ഞങ്ങൾ സാറിന്റെ അടുത്ത് ചെന്നു. എന്തോ എനിക്കൊരു പ്രത്യേക ഊർജ്ജം കിട്ടിയതുപോലെ ഞാൻ ഭഗവാനോട് ഒരുപാട് കംപ്ലൈന്റ് പറഞ്ഞു. ചിലപ്പോൾ ദേഷ്യപ്പെടും, അതൊക്കെയാണല്ലോ ഭഗവാനോട് നമ്മൾ പറയുന്നത്. എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനാ, എൻ്റെ കുഞ്ഞിനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ, എൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് പറയുന്നത് എന്തിനാ? ഇതൊക്കെ ഞാൻ ഭഗവാനോട് ദേഷ്യപ്പെട്ടിട്ടായാലും പിന്നെ കരഞ്ഞിട്ടും ഭഗവാന്റെ കാൽക്കൽ ഞാൻ അങ്ങോട്ട് വീണു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചെന്നിട്ട് ഞാൻ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക ഊർജ്ജം എനിക്ക് കിട്ടി. അത് ഞാനും ഹസ്ബൻഡും കൂടി സാറിന്റെ അടുത്ത് പോയി, ഹോസ്പിറ്റലിൽ പോയിട്ട് ഡേറ്റ് വാങ്ങിച്ചു. ഞാൻ അത് ഏത് ദിവസത്താണ് സർജറി ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ഡേറ്റ് വന്നു. അത് നിയർ ആയിട്ടുള്ള ഡേറ്റ് എനിക്ക് തന്നു. അത് വാങ്ങിച്ച് ഞാൻ വേഗം ചെയ്തത് എന്താണെന്നറിയോ, എൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോകുന്നു. എൻ്റെ വീട്ടിലേക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോന്നിട്ട് ഹസ്ബൻഡ് വന്നു. അപ്പോൾ ഇവരെല്ലാവരും തീരുമാനിച്ചു, തന്നെ ഡേറ്റിന് നമുക്ക് പിന്നെ സർജറി ചെയ്യാം, എന്തായാലും മകൾ രക്ഷപ്പെടണമല്ലോ, അങ്ങനെ വിചാരിച്ച് ചെയ്യാന്ന് വിചാരിച്ചു. ആ ഡേറ്റ് ഏകദേശം വന്നപ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെൺമക്കളായത് കാരണം അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ്.
അച്ഛൻ അങ്ങനെ തന്നെ ഭയങ്കര വാത്സല്യ. അച്ഛനോടായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇതുള്ളത്. അമ്മയോട് ഇല്ല എന്നല്ല, എന്നാൽ അച്ഛനായിട്ട് കുറച്ച് ഇതാണ്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛന്റെ വാക്ക് ലാസ്റ്റാണ്. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ഒരിക്കലും ഇവിടുന്ന് എന്റെ കുഞ്ഞിനെ കളഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ചെയ്യില്ല. എനിക്ക് സർജറി വേണമെങ്കിൽ അത് സ്വാമിയുടെ അടുത്തുനിന്ന് പുട്ടപ്പുറത്തുനിന്ന് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഭഗവാൻ തീരുമാനിക്കട്ടെ, അതല്ലാതെ ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്താലും ഞാൻ വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. അത് അച്ഛനോ എല്ലാവർക്കും വിഷമത്തിലായി, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ചാലപ്പുറം സമിതിയിലുള്ള രാമചന്ദ്രേട്ടൻ ഉണ്ടല്ലോ, ഉണ്ണിയേട്ടൻ എന്ന് പറയുന്ന രാമചന്ദ്രേട്ടൻ, അവരായിട്ട് ബന്ധപ്പെടുന്നത്. അവര് ഉണ്ണിയേട്ടൻ്റെ അടുത്ത് പോയി സംഗതികളൊക്കെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് പുട്ടപ്പുറത്തി ഡ്യൂട്ടി, അതായത് സർവീസ് നടത്തുന്ന സമയം, സേവ ഉള്ള സമയത്തിലായിരുന്നു ഇത്. അപ്പൊ പറഞ്ഞു, ഇത് 4 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബസ് പോകുന്നുണ്ട് ഇവിടുന്ന് സേവാദൾസിനെയും കൊണ്ട്, അതുപോലെ പുട്ടപ്പുറത്തി കാണാൻ ആഗ്രഹമുള്ള, ഭഗവാനെ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരായിട്ട് ഒരു ബസ്സിന് പോകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഉടനെ ഇങ്ങനെ കുറച്ച് സീറ്റ് ഫിൽ ആയിട്ടില്ല, അത് കാരണം ആ 3 സീറ്റിലേക്ക് ഞാൻ നിങ്ങളെ ഇത് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ 3 സീറ്റ് കിട്ടി. ഹസ്ബൻഡും ഞാനും അച്ഛനും കൂടെ പോയി. അപ്പൊ അവിടെ എത്തി. അപ്പൊ വേഗം അവിടുന്ന് തന്നെ ഞങ്ങൾ ഇത് അസുഖമൊക്കെ പറഞ്ഞു ഹോസ്പിറ്റലിലെത്തി, സൂപ്പർ സ്പെഷ്യാലിറ്റിയിലെത്തി. അപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർ എക്കോ എടുത്തു കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് അതിന്റെ റിസൾട്ട് കിട്ടിയേക്കണേ. ആ റിസൾട്ട് സാറിനെ കാണിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾക്ക് എന്താണ് ഭഗവാന്റെ ലാസ്റ്റ് തീരുമാനമാണല്ലോ അത് അക്സെപ്റ്റ് ചെയ്യാനല്ലേ നമുക്ക് കഴിയുള്ളൂ. അപ്പോ ഡോക്ടർ ഞങ്ങളെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സർജറി വേണം. യു വാണ്ട് സർജറി, നോട്ട് നൗ, ആഫ്റ്റർ 5 years യു കം അഗെയിൻ. ഡോക്ടർ പറഞ്ഞതാണ്. അത് എന്താ സായിരാം, അത് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ ഭഗവാന്റെ കൃപ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എന്തൊരു ഇതാണത്, എനിക്കുണ്ടായ സന്തോഷത്തിന് അതിനുണ്ടായിരുന്നില്ല. പിന്നെ പറഞ്ഞു, അപ്പൊ ഹസ്ബൻഡിന് സംശയം, ഇങ്ങനെ 5 വർഷം കഴിഞ്ഞിട്ട്, ഇപ്പൊ ഏതായാലും സർജറി നിർബന്ധമാണ്, പക്ഷെ നിങ്ങൾ എന്തായാലും 5 വർഷം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒന്നും കൂടെ വരൂ, എന്നിട്ട് നമുക്ക് സർജറി ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഹസ്ബൻഡ് ചോദിച്ചു, അപ്പൊ കുഞ്ഞിനെ അബോർട്ട് ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. അതില് ഡോക്ടർ, സായിരാം വാട്ട് ആർ യു ടോക്കിംഗ്, 2 കൈയും പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ഈ കൈ സായിരാം അങ്ങോട്ട് വെച്ചു, 2 കൈയും വെച്ചിട്ട്. ഒരിക്കലും പാടില്ല എന്നുള്ള അർത്ഥത്തില്, ഒരിക്കലും അബോർഷൻ ചെയ്യാൻ പാടില്ല, കുഞ്ഞിനെ കളയരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. സമാധാനമായിട്ട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് 5 വർഷം ആകുമ്പോൾ ഞങ്ങൾ ഇൻഫോം ചെയ്യാം, നിങ്ങൾ വന്നാൽ മതി, അപ്പൊ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് ഭയങ്കരമായ എന്താണെന്നറിയില്ല. ഞാൻ നേരെ ഭഗവാന്റെ അടുത്തേക്കാണെന്ന് അങ്ങോട്ട് ആശ്രമത്തിലേക്ക് പോയി. ഭഗവാൻ അത്രയും കരഞ്ഞ് ഞാൻ വിളിച്ചത്, ഭഗവാൻ എനിക്ക് എന്റെ കുഞ്ഞിനെ കളയാതെ എനിക്ക് തന്നു. ആ കുഞ്ഞെന്ന് എന്താണെന്നറിയാവോ, അതൊരു പെൺകുഞ്ഞായിരുന്നു. അവള് ഇന്ന് ഭഗവാന്റെ ബാംഗ്ലൂരിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല് സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഭഗവാന്റെ ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സിംഗ് അവിടെ ഭഗവാൻ കൊടുത്തു, അവിടുന്ന് പഠിച്ചു. ആ ഹോസ്പിറ്റലിൽ തന്നെ അവളിന്ന് സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അത് ഭഗവാന്റെ ഒരു കൃപയല്ലാതെ, ഇത് ഭഗവാന്റെ ഒരു അനുഭവം അല്ലാതെ ഞാൻ എന്താ പറയാ. സായിരാം, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്റെ ഒരു അനുഭവമാണത്. അതൊരു അനുഭവം. ഇനി ഒരെണ്ണം കൂടി പറയുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സമയമുണ്ട്, പറഞ്ഞോളൂ. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എന്റെ മോള് 6 വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പം പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞു. മോള് കുറച്ച് വലുതായി. അതിനുശേഷം മക്കളൊക്കെ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക്, ഭഗവാന്റെ അടുത്ത് എനിക്ക് എന്റെ നന്ദി പ്രകാശിപ്പിക്കണം. അത് ഞാൻ എന്തായാലും ഈ പ്രാവശ്യം ഞാൻ ഡ്യൂട്ടിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ മേലാറ്റൂർ സമിതിന്റെ കൂടെ ഡ്യൂട്ടിക്ക് പോയി, സേവയ്ക്ക് പോയി. അവിടെ എനിക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ തന്നെയാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. അവിടെ ചെയ്ത് ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അതിനുശേഷം നമ്മളെ ഭഗവാന്റെ ദർശനത്തിന് മുൻനിരയിൽ ഇരുത്തുമല്ലോ. അങ്ങനെ
അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും അങ്ങനെ ഡ്യൂട്ടി ചെയ്തുള്ള പരിചയം കാര്യങ്ങളും അത് സമയത്ത് ഇല്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ റോയിൽ ഇരിക്കുമ്പോൾ എൻ്റെ അപ്പുറം ഇപ്പുറം ഉള്ള എല്ലാ ലേഡീസിന്റെ കയ്യിലും, എല്ലാ ചേച്ചിമാരുടെ സേവാദൽസിന്റെ കയ്യിലും വിഭൂതി പാക്കറ്റ് ഉണ്ട്, പേനയുണ്ട്, പെൻസിലുണ്ട്, ബുക്സ് ഉണ്ട്. ഭഗവാൻ വരുമ്പോ അനുഗ്രഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാ. എന്റെ കയ്യിൽ ഈ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, ഇത് എനിക്ക് എടുക്കാനും അറിയില്ല. വേണ്ട, കുഴപ്പമില്ല, ഒരു വിഭൂതി പാക്കറ്റ് എങ്കിലും ഭഗവാൻ എനിക്ക് എടുക്കാൻ തോന്നിയില്ലല്ലോ, എനിക്കിത് അറിയാത്തത് കൊണ്ടല്ലേ ഭഗവാന്റെ ഒരു ബ്ലെസ്സിങ് ആ വിഭൂതിയിലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും നന്നായിരുന്നു, എന്റെ മനസ്സിൽ ആഗ്രഹിച്ചു. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാനത് വേണ്ട, ഭഗവാൻ എന്നെ അനുഗ്രഹിക്കട്ടെ, അതാണല്ലോ ഏറ്റവും വലുത് എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. ഭഗവാൻ വന്നു, എല്ലാരെയും അത് ബ്ലെസ് ചെയ്തു. അവര് ഉയർത്തി കാണിച്ചു കൊടുത്തിരിക്കുന്ന ബുക്സും കാര്യങ്ങളൊക്കെ ഭഗവാൻ ബ്ലെസ് ചെയ്തപ്പോ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്റെ അടുത്താ ഭഗവാൻ വരുന്നേ. അപ്പൊ ഞാന് മുട്ടുകാലില് ഒന്ന് മെല്ലെ എഴുന്നേറ്റു, ഇങ്ങനെ എഴുന്നേറ്റു. അപ്പൊ ഭഗവാൻ എന്റെ തലയിൽ ഇങ്ങനെ തൊട്ട് അനുഗ്രഹിച്ചു. ഉടനെ തന്നെ ഞാൻ ഭഗവാന്റെ പാദത്തില് നമസ്കരിച്ചു. അന്ന് പാദ നമസ്കാരം കിട്ടുന്നതാണ് കേട്ടോ, പിന്നെയൊന്നും പാദ നമസ്കാരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അന്ന് പാദ നമസ്കാരം കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷിച്ചു. അത് കഴിഞ്ഞ് നമ്മളെല്ലാരും അതെല്ലാം കഴിഞ്ഞു, പ്രസാദൊക്കെ തന്നു. നമ്മളെല്ലാരും പോരാൻ വേണ്ടിയിട്ട് പുലിവന്ത് ഹാളിൽ നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് ഇങ്ങനെ നല്ല ക്രൗഡാട്ടോ. ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് 2 സേവാദൽസ്, അതിൽ ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ലേഡീസ് സൈഡിലേക്ക് നോക്കി ഇങ്ങനെ ഓടി വരുന്നു. വേറൊരാളും പുറകിലുണ്ട്. അവര് മലയാളീസ് അല്ല, നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നവരായിരുന്നു. അത് ആരായിരുന്നു ശരിക്കും എനിക്ക് അറിയില്ല, ഏതായിരുന്നു ലാംഗ്വേജ് അറിയില്ല. അപ്പൊ അവര് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ നോക്കി ഓടി എൻ്റെ അടുത്തേക്ക് എത്തി. പിന്നെ ഞാൻ ലാസ്റ്റ് നമ്മൾ പോരാൻ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അവര് ഓടിയിട്ട് എൻ്റെ അടുത്തെത്തി. ഒരു പ്രത്യേക അന്നൊക്കെ ഒരു മഞ്ഞ കളറിലെ വിഭൂതി പാക്കറ്റാണ്, വലിയ പാക്കറ്റാണ്, നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നൊക്കെ വാങ്ങിക്കുന്നത്, അതാണ് സാധാരണ ഉള്ളത്. പക്ഷെ എനിക്ക് കൊണ്ടു തന്ന ഒരു പാക്കറ്റ് വേറെ ഒരു മഞ്ഞ പാക്കറ്റ് തന്നെയാണ്, ഒരു പ്രത്യേക പാക്കറ്റ് ആയിരുന്നു, കുറച്ച് വലിയത്. അത് കൊണ്ടു എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് കയ്യിൽ എന്നെ ഇങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു, ഇത് നിങ്ങൾക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദാറ്റ് ഇസ് നോട്ട് മൈ. അപ്പൊ അതെന്റെ അല്ലല്ലോ, ഞാൻ ഇങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, വിഭൂതി ഒന്നും കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അതല്ല, നിങ്ങളുടെ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ വന്നിരുന്ന ആ സേവാദളും പറഞ്ഞു, സ്വാമി നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോ ഞാനിത് വാങ്ങി, എന്തോ ഒരു എന്താ പറയാന്നറിയില്ല, ഒരു പ്രത്യേക പാക്കറ്റ് വിഭൂതി, ഫുൾ വിഭൂതി ഞാനത് വാങ്ങി എന്റെ നെഞ്ചോട് ചേർത്തു. അപ്പൊ ഞാൻ അതിന്റെ ആ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കില്ല. അപ്പൊ ഞാൻ വാങ്ങിയപ്പോ, ഭഗവാൻ എനിക്ക് തന്നതാണല്ലോ ഭഗവാനെ ഇത് എന്നൊക്കെ പറഞ്ഞ് എല്ലാരും. അപ്പം ബസ്സിന് പോരാനുള്ള അർജന്റ് ആയിരുന്നു. അങ്ങനെ ഞാന് റൂമിലെത്തി, അതൊക്കെ കഴിഞ്ഞു. നമ്മള് ട്രെയിനില് ആണെങ്കിൽ ബസ്സിലായിരുന്നു. അങ്ങനെ ആ സമയത്തൊക്കെ ആകുമ്പോ നമ്മളൊന്ന് ഉറങ്ങുന്ന കാര്യമൊക്കെ ചെയ്യല്ലോ, ഒന്ന് മയങ്ങി പോലോ. പെട്ടെന്ന് എനിക്ക് എങ്ങനെ എനിക്ക് ആ വിഭൂതി എന്റെ കയ്യിൽ എങ്ങനെ വന്നത്? എനിക്ക് മാത്രം, അത്രയും ആളുകളുടെ ഡ്യൂട്ടീസിന്റെ കൂട്ടത്തില് എനിക്ക് മാത്രം എങ്ങനെയാണ് ഈ ഒരു വിഭൂതി ഭഗവാൻ തന്നു എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എനിക്ക് കിട്ടിയത് ഭഗവാനെ? അപ്പൊ എന്താ എനിക്കത് മനസ്സിലായില്ല. അപ്പൊ ഞാന് പെട്ടെന്ന് ഭഗവാൻ, ഞാനിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ആലോചിച്ചിട്ടുള്ളത്, അതിന് സ്വാമി എന്നോട് പറയുന്നുണ്ട്, അറിയോ, ഞാൻ നിനക്ക് കൊടുത്തയച്ചിട്ടുള്ള വിഭൂതി നിനക്ക് കിട്ടിയിട്ടില്ലേ എന്നാ ഭഗവാൻ ചോദിക്കുന്നത് എന്നോട്. കിട്ടിയില്ലേ? അപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? ഭഗവാൻ ചോദിക്കുന്നതാണ്. അങ്ങനെ സ്വപ്നത്തിൽ എത്രയോ തവണ ഭഗവാൻ വന്നിട്ടുണ്ട്. എന്നെ എത്രയോ തവണ, ഒരുപാട് ഞാൻ പ്രയാസത്തിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. ഇപ്പൊ വിഭുവാണ് ഞാൻ. ഭഗവാൻ എത്രയോ തവണ എന്റെ സ്വപ്നത്തിൽ വന്നിട്ട് എന്റെ തലയിലൂടെ തലോടിയിട്ടുണ്ട്. അത്രയും എനിക്കറിയില്ല ഭഗവാൻ എനിക്ക് തന്ന അനുഭവങ്ങൾ എങ്ങനെയാണ് പറഞ്ഞ് ഫുള്ളൊന്നും ആക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല. അതുപോലെ ഇപ്പോഴും ഭഗവാന്റെ ഈ ബ്ലെസ്സിങ് എപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിച്ച് നടക്കുന്നത്. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ ഈ 2 അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് അറിയാൻ പെട്ടെന്നുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഇതാണ് ഇത്ര അനുഭവം. ഞാൻ ഇതുകൊണ്ട് നിൽക്കുകയാണ്. സായിരാം. മാം, വളരെ വളരെ ഹൃദയസ്പർശിയായ അനുഭവങ്ങളാണ്. ഇനി നമുക്ക് സ്വാമിയുടെ മെസ്സേജ് കാണാം. ఇదంతా కూడాను మానవ సృష్టి. Everything outside is the creation of man. నర సృష్టికి నారాయణ సృష్టికి సన్నిహిత సంబంధ బాంధవ్యం ఉంటుండాలి. There should be intimate relationship between God's creation and బింబము, man. అది ప్రతిబింబము. One is the object, the other one is బింబ reflection. ప్రతిబింబముల యొక్క సంబంధం అనేటువంటి దానికి మధ్యలో ప్రకృతి అనేటువంటి అర్థం ఉంటుండాలి. Between this relationship of object and reflection, there is the mirror. అయితే ఈ ప్రకృతి భావమును
మనం ఏనాడు మనము దూరం గావించమో ఆనాడు బింబ ప్రతిబింబం రెండు ఏకమైపోతాయి. The moment we get rid of this feeling of mirror of nature, you'll understand the unity ఈ between the object మ్యాథమెటిక్స్ and the లోపల reflection. 3 - 1 = 2 అంటారు. In mathematics, it is said 3 minus 1 is equal to 2. కానీ ఆధ్యాత్మికమైనటువంటి ఈ యొక్క లెక్కల యందు 3 - 1 = 1 అంటుంది. But in spiritual mathematics, 3 minus 1 is just 1. ఎట్లయితే How is it possible? ఒక మిర్రర్ ముందు నీవు వెళ్ళినావు, You are in front of the mirror. ఆ మిర్రర్ ముందు పోయి నీవు ప్రతిబింబానికి నమస్కారం చేశావు. You pay your respects in front of your ఇక్కడ mirror. ఎన్ని ఉంటున్నాయి? How many exist there? నీవు, నీ ప్రతిబింబము, అద్దము 3 ఉంటున్నాయి. Here there are 3, you, your reflection and the mirror. When once you remove the mirror, there's no more of reflection, you remain. నీవు అనేటువంటిది దైవత్వము, You stand for divinity. ఈ ప్రతిబింబం అనేటువంటిది జీవత్వము, Religion is just magic. ఈ యొక్క అద్దమైనటువంటి ప్రకృతి. The mirror is nature. ఈ ప్రకృతి అనే అద్దంలో నీవు ప్రతిబింబించేంత వరకు నీవు వేరుగానే ఉంటావు. So long you reflect in the mirror of nature, you exist ప్రకృతి separate. యొక్క భావం అనే అద్దమును తీసివేస్తే దాంతో పాటు జీవత్వం అనేటువంటి ప్రతిబింబం కూడా పోతుంది. The moment you get away from the worldly feeling, you will not have the individual entity. కనుకనే మన దేహం అనేటువంటిది ఒక్కటి కాదు, 3. So our body is not 1 but 3. The one you think you are, the one others think you are, the one you really are. Here there are 3. The one you think you are, the one others think you are, the one you really are. മാം ഭജന പാടിക്കോളൂ. ഭജന ചൊല്ലുന്നത് എന്റെ മരുമോളാണ്, എന്റെ മോന്റെ വൈഫാണ്. പാടിക്കോളൂ. കോടി പ്രണാം ശതകോടി പ്രണാം, കോടി പ്രണാം ശതകോടി പ്രണാം. ഹേ ദീനനാഥ സായിരാം, ഹേ ദീനനാഥ സായിരാം, ഹേ സായിനാഥ ഭഗവാൻ. കോടി പ്രണാം शतकोटि प्रणाम। तुम हो भक्तों के युग अवतार, तुम हो नंदा नंदा के लाल, भरतपुरी के साए गोपाल, भरतपुरी के साए गोपाल। हे दीननाथ साई राम, हे दीननाथ साई राम, हे साईनाथ भगवान। कोटि प्रणाम शतकोटि प्रणाम, हे दीननाथ साई राम, हे दीननाथ साई राम, हे साईनाथ भगवान, हे साईनाथ भगवान। कोटि प्रणाम शतकोटि प्रणाम। സായിരാം, സായി ഉപമ. സായി ഉപമ. ഓം ശ്രീ സായിരാം. അസത്യവും നശ്വരവുമായ കാര്യങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് മനുഷ്യൻ സത്യവും അനശ്വരമായ കാര്യങ്ങളെ നിരാകരിക്കുന്നു. അതിനെ അറിയുവാനുള്ള സുവർണാവസരം പാഴിലാക്കുന്നു. സ്വന്തം തോട്ടത്തിൽ വിളയുന്ന വൃക്ഷത്തിലെ ചില്ലകളിൽ ഉണ്ടാകുന്ന കായകൾ കാണുമ്പോൾ അവർ അതിനെ
കാണുന്നതിന് വിസമ്മതിക്കുന്നു. അവർ അത് വിളഞ്ഞു പഴുക്കുന്നതിന് മുൻപ് തന്നെ പറിച്ചെടുക്കുന്നു. എന്നിട്ട് അവ പുളിപ്പുള്ളതാണെന്ന് വിമർശിക്കുന്നു. അതുപോലെയാണ് മനുഷ്യന്റെ വിധിയും. അയാൾ ഈശ്വരനെ നിരാകരിച്ചുകൊണ്ട് ലോഭവും അഹന്തയും നിറഞ്ഞ നിസ്സാരമായ സന്തോഷങ്ങൾക്ക് പിന്നാലെ പായുന്നു. കർമ്മഫലത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് കർമ്മം ചെയ്തുകൊണ്ട് തന്നെയാണ്. ഒരു മുള്ളു മാറ്റുന്നതിന് മുള്ളു തന്നെ വേണമല്ലോ. മോശമായ കർമ്മങ്ങളുടെ ഫലമായി നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ ഇല്ലായ്മ ചെയ്യുവാൻ നല്ല കർമ്മങ്ങൾ ചെയ്യുക. ജയ സായിരാം. വളരെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും നിറയെ കിട്ടട്ടെ. പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ. ലക്ഷ്മണ മാഷ ശാന്തി മന്ത്രം. ലക്ഷ്മണൻ സാർ. സർവലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിരാം. സായിരാം.